പ്രകാശനൊരു ചേച്ചിയും കൂടിയുണ്ട്, ഉഷ. ദുബായിൽ ഡ്രൈവറായിരുന്ന വസന്തനാണ് ഉഷയുടെ ഭർത്താവ്. കഴിഞ്ഞ തവണ നാട്ടിൽ വരുമ്പോൾ ദുബായിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വസന്തൻ ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങി. അതിന് സമ്മാനമടിച്ചത് 6 കോടി രൂപ. അന്ന് മുതൽ ഒരു കോടീശ്വരനാണെന്ന് നാട്ടുകാരെ അറിയിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് വസന്തൻ. കേരളത്തിൽ എല്ലായിടത്തും ധാരാളമായി കണ്ടുവരുന്ന ഒരിനം മലയാളിയുടെ പൊതു സ്വഭാവം പ്രകാശനമുണ്ട്. ചെന്നൈ മേൽ പിടിക്കാനുള്ള സേതുവേട്ടാ, വലിയ തറവാട്ടുകാരാ. എന്ത് കാര്യം, സദ്യ പോരാ. കുഴപ്പമൊന്നുമില്ലല്ലോ. അത് നല്ല സദ്യ ഉണ്ണാത്തോണ്ട് തോന്നുന്ന. സാമ്പാറിൽ എല്ലാ കഷ്ണങ്ങളും ഉണ്ടോ? കൂട്ടുകറിക്കാണെ പുക വേണം, പായസത്തിനാണെ മധുരം പോരാ. അപ്പൊ അടുത്ത ആഴ്ച രാമകൃഷ്ണമുള്ള ഇടക്കാലത്ത് ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്നാലോ എന്നാലോചിച്ചു. അഴിമതിയാണ് ഉന്നം. ആത്മാർത്ഥതയില്ലാത്ത വാചകമടിയിൽ വിജയിച്ചാൽ ചിലപ്പോൾ MLA-യോ മന്ത്രിയോ ആയാലോ. എന്താ പ്രകാശം? എനിക്ക് ജനങ്ങളെ സേവിക്കണം. ഞാൻ മാധവേട്ടൻ്റെ പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചു. നല്ല തീരുമാനം. പക്ഷേ ഒരു പണിയും ചെയ്യാതെ ജനങ്ങളെ സേവിക്കുന്ന പ്രവർത്തകരാ പാർട്ടിയിൽ കൂടുതലും. ഇവന്മാർക്ക് ചെലവിന് കൊടുക്കാൻ തന്നെ ഫണ്ട് തികയുന്നില്ല. പ്രകാശം പോയിട്ട് പിന്നെ വാ. പ്രകാശൻ എന്ന പേര് പഴഞ്ചനായി തോന്നിയതുകൊണ്ട് ഈയിടെ അതൊന്ന് മാറ്റി. ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് PR ആകാശ് എന്നാക്കി. അതെ, നമ്മുടെ ഈ പാലക്കാവ് മാതച്ചന്റെ വീട് എവിടെ? ഞാൻ പറഞ്ഞു ഈ ഹൈറ്റില് വരച്ചിട്ട് കട്ടി മീശ ടൗണില് വളണ്ടിപ്പോൾ നമ്മുടെ മാതച്ചൻ. നിങ്ങൾ ഈ വന്ന വഴി തിരിച്ചൊരു 3/4 കിലോമീറ്റർ പോകണ്ടോ? അവിടെ ഒരു കൊടിമരമൊക്കെ ഉള്ള ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ടേൺ റൈറ്റ്. പിന്നെ അവിടെ നിന്ന് 2-3 കിലോമീറ്റർ പോകണ്ടേ, അവിടെ പാടം വരും. പാടത്തിന് ഓപ്പോസിറ്റ് ആണ് ശിവക്ഷേത്രം. അതിന്റെ തൊട്ടടുത്ത് തന്നെ. ആരെങ്കിലും ചോദിച്ചാൽ മതി. ആ ജംഗ്ഷൻ മിസ് ചെയ്യണ്ട. മാത്തച്ഛന്റെ വീട് ആ കാണുന്ന വളവ് കഴിഞ്ഞാൽ കാണണല്ലേ? വലിയ കാറൊക്കെ ഉള്ളവരില്ലേ, ചുറ്റിട്ട് വരട്ടെ. ഇതൊരു പെണ്ണുകാണൽ ചടങ്ങിനുള്ള യാത്രയാണ്. ഖത്തറിൽ ജോലിയുള്ള പ്രകാശന്റെ സുഹൃത്ത് ബാഹുലേയൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒരു കൂട്ടിന് പ്രകാശനെയും വിളിച്ചു. അതിൻ്റെ അപകടം അറിയാതെ. കൂട്ടുകാരൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിൻ്റെ വീട് കണ്ടപ്പോൾ തന്നെ പ്രകാശനൊന്ന് ഞെട്ടി. അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ഖത്തറിൽ പോയത്. 2 വർഷം കൊണ്ട് അറബി പഠിച്ച് കമ്പനിയുടെ മാനേജറാക്കി. എവിടെ പഠിച്ചതൊക്കെ? ബിടെക് കോയമ്പത്തൂരാണ്. പിന്നെ സ്കൂൾസൊക്കെ ഇവിടെ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഇയാൾ എന്താ ചെയ്യുന്നു? എന്താ ചെയ്യുന്നേ? ബിസിനസ്. എന്നാ പിന്നെ മോളെ വിളിക്കാം. അമ്മോ, പെൺകുട്ടിയാണെങ്കിൽ ഇത്തിരി മോഡേൺ, നല്ല സുന്ദരി. പ്രകാശന്റെ മനസ്സിൽ അസൂയ മുളപൊട്ടാൻ തുടങ്ങി. ഞങ്ങൾക്കാകെയുള്ളത് ഒരൊറ്റ മോളാണ്. ഞാനുണ്ടാക്കിയതെല്ലാം അവൾക്ക് മാത്രമുള്ളതാണ്.
നല്ല കുട്ടി, എനിക്കിഷ്ടമായി. തറവാട്ടുകാരാ, ഇനി വേറൊന്നും നോക്കണ്ട കാര്യമില്ല. ബാഹുബലി അല്ല ബാഹുല, നമുക്കിത് വേണ്ട. അതെന്താ? നീ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. ഞാൻ ഈ കുട്ടിയെ മുമ്പ് കണ്ടിട്ടുണ്ട്. അവളുടെ മുഴുവൻ ചരിത്രം എനിക്കറിയാം. നമുക്ക് പറ്റിയ ബന്ധമല്ല. പക്ഷെ എനിക്ക് കണ്ടിട്ട് അങ്ങനെ നിനക്ക് എന്നെ വിശ്വാസമില്ല. ഉണ്ട്. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയാന്ന് വിചാരിച്ചാൽ മതി. ഇത് വിടുന്നതല്ല. വിട്ടോ വിട്ടോ. ബാഹുലയം വിട്ടെങ്കിലും പ്രകാശം വിട്ടില്ല. ആ സമ്പന്ന സുന്ദരി പ്രകാശന്റെ മനസ്സിൽ ഒരു മോഹപുഷ്പമായി വിടർന്നു നിന്നു. നേരായ മാർഗത്തിൽ അവളെ കിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് പ്രകാശൻ പ്രണയമാർഗത്തിൽ ഒന്ന് സഞ്ചരിച്ചു നോക്കി. ഹലോ, എന്ന് ഇതിലൂടെയാണ് നടക്കാൻ പോകുന്നത്? ഞാൻ ഒരിക്കൽ വീട്ടിൽ വന്നിട്ടുണ്ട്. ആകാശ്, ഹലോ, പേരെന്താന്നാ പറഞ്ഞേ? ആകാശ്, PR ആകാശ്. ഇനി എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്താൽ താൻ ആകാശം കാണില്ല, പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച് അകത്താക്കും. മനസ്സിലായോ? ഇത് സലോമി. നേഴ്സിങ്ങിന് പഠിക്കുമ്പോൾ പ്രകാശന്റെ ജൂനിയറായിരുന്ന സലോമിയെ ഒരു പുളിങ്കൊമ്പാണെന്ന് കരുതി പ്രകാശൻ കയറി പിടിച്ചതായിരുന്നു. അങ്ങനെയല്ലെന്നറിഞ്ഞ നിമിഷം അവളെ കൈവിടുകയും ചെയ്തു. പക്ഷെ വിധി അവളെയും കൊണ്ട് പ്രകാശന്റെ അടുത്തേക്ക് വരികയാണ്. ഇതാര്? സലോമി, ബാംഗ്ലൂരിലെ നഴ്സാണ്. പ്രകാശനല്ലേ? കളിയാക്കിയതാണെങ്കിലും സംശയം കറക്റ്റാ. ഞാനിപ്പോൾ പ്രകാശനല്ല, ആകാശ്. PR ആകാശ്. ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അയ്യോ, ആ സാധനം ഞാൻ കണ്ടിട്ടില്ല. ആള് പഴയ തന്നെയല്ലേ? ഞാൻ വിളിക്കാതിരുന്നത് നമ്പർ ഡിലീറ്റ് ആയി പോയി. സലോമി വിളിച്ചപ്പോൾ ഫോൺ സൈലന്റിലായിരുന്നു. ഇങ്ങനെ കുറേ നുണകൾ മൊബൈൽ ഫോണിന്റെ കൂടെ തന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും പറ. ഇനിയിപ്പം സത്യം പറഞ്ഞിട്ട് കാര്യമില്ല. സലോമി വിശ്വസിക്കില്ല. ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നു. ഈ വീടൊക്കെ കണ്ടുപിടിച്ചു. വീടൊക്കെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. ഈ ഏരിയയിലുള്ള ഏറ്റവും വലിയ ദുഷ്ടന്റെ വീട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു തന്നു. എന്തായാലും ബുദ്ധിയായി. ബുദ്ധിമുട്ടിക്കാനൊന്നും വന്നതല്ല. എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് കാണണം തോന്നി വന്നു. യാത്ര പറയാൻ. എനിക്ക് ജർമ്മനിയിൽ ജോലി കിട്ടി, നഴ്സായിട്ട് തന്നെ. ഇപ്പം ഞാൻ നാട്ടിലാണ്. അധികം വൈകാതെ പോകും. അതൊക്കെ ശരിയായി. എങ്ങനെ? ശ്രമിച്ചു, കിട്ടി, അത്രേ ഉള്ളൂ. ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വഴി. കാശൊക്കെ കുറച്ച് കടായി. അത് കുഴപ്പമില്ല. അവിടുത്തെ ഒരു 4 മാസം ശമ്പളം കൊണ്ട് വീട്ടാവുന്നാലും. ഇവിടുത്തെ പോലെയല്ല. അവിടെ മാസം 3000 യൂറോ അല്ലേ ശമ്പളം. ഈ 3000 യൂറോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എത്ര?
3 ലക്ഷം. ഒരു മാസം. അങ്ങനെയാണ് പ്രകാശന്റെ ഉറക്കം പോയത്. ജർമ്മനി, താൻ എത്രയോ കാലം സ്വപ്നം കണ്ട നാടും ജോലിയും, മാസം 3 ലക്ഷം രൂപ ശമ്പളം. നിസ്സാരക്കാരിയായ സലോമി അത് നേടിയിരിക്കുന്നു. പ്രകാശനത് താങ്ങാനായില്ല. എങ്ങനെയും ജർമ്മനിയിലെത്തണം. തലങ്ങും വിലങ്ങും ആലോചിച്ചു. ഒടുവിൽ ഒരു മുഖം മനസ്സിൽ തെളിഞ്ഞു. ഗോപാൽജി, അച്ഛൻ്റെ പഴയ സ്റ്റുഡൻറ്റ്. നഗരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഏജൻ്റാണിപ്പോൾ. ഒരുപാട് പരിചയക്കാരുമുണ്ട്. എന്തായാലും തൊഴിൽ രംഗത്തല്ലേ. ഗോപാൽജി വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു വഴി തുറക്കാതിരിക്കില്ല. बड़ी बिल्डिंग साइड पे 10, खेत में 5, लोडिंग के लिए 10. सब निकलो. तुम लोग जल्दी जाओ. गोपाल जी कुछ लोग पैसा ज्यादा मांग रहा है. नहीं अभी नहीं. ഗോപാൽ ജി, ബിൽഡിങ്ങിന്റെ തറപ്പണിക്ക് 10 പേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു 5 പേരും കൂടി വേണമെന്ന് സെബാസ്റ്റ്യൻ സാർ പറഞ്ഞിട്ടുണ്ട്. ബംഗാളിൽ നിന്നുള്ള ആളുകളുടെ വരവ് കുറഞ്ഞു സുരേഷ്. അവിടെ ഭരണം മാറിയില്ലേ. ഇന്ന് 10 പേരേ ഉള്ളൂ. ബാക്കി നാളെ നോക്കാം. സബല്ലോ ജാവനാ. പ്രകാശം, നീ എന്താ ഇവിടെ ഒരു ബാഗൊക്കെ ആയിട്ട് കാശിക്ക് പോവാണ്? ഗോപാൽജി ഒന്ന് കാണാമെന്ന് അന്വേഷിച്ച് പറഞ്ഞു. പുലർച്ചയ്ക്ക് ഈ കവലയിലുണ്ടാവുന്നു. ഇവിടെ മാത്രമല്ല, വേറെ 2-3 പോക്കറ്റുകൾ ഉണ്ട്. പല സ്ഥലങ്ങളിൽ ഈ പണിക്കാരി അയച്ച് തീരുന്നവരെ നിന്ന് തിരിയാൻ നേരം കിട്ടില്ല. പ്രകാശം പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വാ. അല്ല ഗോപാൽജി, ഒരു അത്യാവശ്യ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്ര പുലർച്ചയ്ക്ക് ഞാനിവിടെ കാത്തു നിൽക്കും. ബഹർ, दो प्लेट गोनागौर मांस और छोटा रोटी दो. गोनागावर मांस. ओ बीफ करी. बीफ करी और चपाती. മദീൻ, 2 ചായ ദേ ദോ, ചീനി കം. നിങ്ങൾ എന്താണ് നമ്മളോട് ഹിന്ദിയിൽ പറയണത്? നിങ്ങൾക്ക് മധുരം കുറച്ച് 2 ചായ അല്ലേ? അത് നമ്മൾ തരാന്ന്. ഈ ബംഗാളികളോട് സംസാരിച്ച് വീട്ടിൽ ചെന്നാൽ ഇപ്പോൾ ഇന്ത്യയെ വരൂ. അപ്പോൾ പ്രകാശ. ഗോപാൽജി, പ്രകാശനല്ല, ആകാശ്. PR ആകാശ്. ഞാൻ പറഞ്ഞില്ലേ, ഗസറ്റി പരസ്യം ചെയ്ത് പേര് മാറ്റി. ആകാശോ ഭൂമിയോ എന്തെങ്കിലും ആവട്ടെ, നീ എന്തിനാണ് ഇപ്പോൾ ജർമ്മനി പോകുന്നത്? നഴ്സുമാർക്ക് ഇവിടെ ജോലി കിട്ടും. അതല്ല ഗോപാൽജി, ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താ? യൂണിഫോം ഒക്കെ ഇട്ട് വെള്ളത്തൊപ്പിയൊക്കെ വെച്ച് ഒരു മാലാക്ക. അത് നമ്മുടെ ആണുങ്ങൾക്ക് ശരിയാകും. പിന്നെന്തിനാണ് നീ നഴ്സിംഗ് പഠിക്കാൻ പോയത്? അന്ന് എനിക്ക് വിവരമില്ലല്ലോ. ഇപ്പോൾ വിവരം ഉണ്ടാകും. ചായ പിടിക്കും. പ്രകാശ, ആകാശ്, ഈ ജർമ്മനി പോക്കൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇനി അങ്ങോട്ടേക്ക് ആളെ അയക്കുന്നവരെ കണ്ടുപിടിച്ചാൽ തന്നെ ജർമ്മനിയിൽ ജോലി കിട്ടണമെങ്കിൽ ആദ്യം ജർമ്മൻ ഭാഷ പഠിക്കണം. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ജോബ് വിസ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ജർമ്മനിയിൽ ജോലിയുള്ള വല്ല നേഴ്സിനെയും കിട്ടണം. അവർക്കാണെങ്കിൽ ഫാമിലി വിസയിൽ ഭർത്താവിനെ കൊണ്ടുപോകാം. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ചുറ്റിത്തിരിയാതെ നീ വേഗം നാട്ടിലേക്ക് വിട്ടോ. ഹലോ, யாரு? தியாகு, டை நீ எங்கே போச்சட? நீ 3 நாள் லீவுன்னு சொல்லிட்டு இப்போ ஒரு வாராச்சு. गोपाल जी, ऊपर है.
ആ പ്രകാശം നീ പോയില്ലേ? ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു വെക്കണ്ടേ ഗോപാൽജി? ജർമ്മൻ ഭാഷ പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനെ പറ്റിയ സ്ഥലവും കണ്ടുപിടിച്ചു. ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി നീ ദിവസേന നാട്ടിൽ നിന്ന് ബസ്സിൽ വന്ന് പോവോ? ഇന്ന് പകല് മുഴുവൻ ഞാനത് ആലോചിച്ചത്. അവസാനം ഒരു തീരുമാനത്തിലെത്തി. എന്ത് തീരുമാനം? ഗോപാൽജി, ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നതിനടുത്ത് തന്നെ താമസിക്കാൻ നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഈ സിറ്റിയിൽ വന്നിട്ട് ഞാനിങ്ങനെ വേറെ സ്ഥലത്ത് പോയി താമസിക്കും. ഗോപാൽജി ചിലപ്പോൾ അത് കണ്ടുപിടിക്കും, വഴക്ക് പറയും. എന്തിന്? മുമ്പൊരിക്കൽ ഗോപാൽജി പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഗോപാൽജി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാ കുട്ടികളും മലമ്പുഴ കാണാൻ പോകും. ഗോപാൽജി മാത്രം പോകുന്നില്ല. ഇതറിഞ്ഞ എൻ്റെ അച്ഛൻ അച്യുതൻ മാഷ് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് തരും. അങ്ങനെ ഗോപാൽജി മലമ്പുഴ കാണും. ഞാനിതെപ്പോ പറഞ്ഞു? അച്ഛൻ മരിച്ചിട്ടൊന്ന് വീട്ടിൽ വന്നില്ലേ, അപ്പോൾ പറഞ്ഞതാ. എനിക്കെല്ലാം ഓർമ്മയുണ്ട് ഗോപാൽജി. ആ അച്യുതൻ മാഷിൻ്റെ മകൻ വേറെ എവിടെയെങ്കിലും താമസിച്ചാൽ ഗോപാൽജിക്ക് ഫീൽ ചെയ്യോ ഇല്ലയോ? അത് ഫീൽ ചെയ്യും. അതുകൊണ്ടുള്ള സൗകര്യത്തിന് ഇവിടെ തന്നെ താമസിക്കാന്ന് വെച്ചു. ഇവിടെയോ? പിന്നല്ലാതെ എനിക്ക് കട്ടിലും കിടക്കൊന്നും വേണ്ട, തറയായാലും മതി. ഇതുപോലല്ലോ. ചപ്പാത്തി കൊടുന്നു ഗോപാൽജി. ഇത് താഴെ ബംഗാളികൾ ഉണ്ടാക്കുന്നതാ. നമുക്കിനി ബംഗാളി മലയാളി എന്നുള്ള വ്യത്യാസം വേണ്ട. നമ്മളെല്ലാം ഒറ്റക്കെട്ട. 2 ചപ്പാത്തി എനിക്കും കിട്ടും. അരേ ഭുവനേശ്വർ, ഗോപാൽജി, ദോ ചപ്പാത്തി ലാവനാ. 3. എത്ര വേഗത്തിലാണ് ഈ മെട്രോ റെയിലിന്റെ പണി തീർന്നത്. ആദ്യം നമ്മൾ ഈ ശ്രീധരൻ സാറിനോട് നന്ദി പറയാം. അയ്യോ, അദ്ദേഹത്തിന്റെ ഇവിടെ പൊന്നാനിയിലല്ലേ? ഈ ട്രെയിൻ ആ വഴി പോവില്ല. ഇപ്പൊ പറയണ്ട, അത് പിന്നെ ഞാൻ കാണുമ്പോൾ പറഞ്ഞോളാം. ഞാൻ വിചാരിച്ചിപ്പ പറയാം. സത്യത്തിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു മെട്രോ ട്രെയിൻ പോലെയല്ലേ? ആണോ? പിന്നെ എവിടുന്നോ പുറപ്പെടുന്നു, ഏതൊക്കെയോ സ്ഥലത്ത് നിർത്തുന്നു, ആരൊക്കെയോ കയറുന്നു. അയ്യോ, അങ്ങനെ എവിടുന്നോ അല്ല, ആലുവെന്നാ പുറപ്പെടുന്നത്. പിന്നെ തോന്നിയെടുത്തൊന്നും നിർത്തില്ല. ആലുവ കഴിഞ്ഞ പിന്നെ കമ്പനിപ്പടി, കളമശ്ശേരി, എടപ്പള്ളി, കലൂർ, അങ്ങനെ അങ്ങനെ. പല ദിവസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ട്. എന്തു പറ്റി? ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തില് എനിക്കിഷ്ടപ്പെട്ട നോവല കാട്ടാക്കട തങ്കപ്പൻ്റെ ചാക്കിലകപ്പെട്ട പൂച്ച. അത് വായിക്കാൻ വേണ്ടി എടുക്കും, ഒരു പേജ് വായിക്കും, അടച്ചു വയ്ക്കും. അതെന്താ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. സലോമിക്കറിയോ, ഞാൻ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പുലർച്ചെ 3 മണി വരെ പേപ്പറും പേനയായി വെറുതെ കുത്തിയിരിക്കും. ഒരു വരി കവിത പോലും പറ്റില്ല. എന്നാ പിന്നെ ചെറുകഥ ഒന്ന് ട്രൈ ആയിരുന്നില്ലേ? സലോമിക്ക് എൻ്റെ പ്രശ്നം മനസ്സിലാകുന്നില്ല. എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സെൻ്റെ കൺട്രോളിലല്ല. വളച്ചൊടിക്കാതെ കാര്യം പറയാം. സലോമി എൻ്റെ പ്രശ്നം. സലോമിയോടുള്ള സ്നേഹം എനിക്ക് അടക്കി നിർത്താൻ പറ്റുന്നില്ല. കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയത്തില്ല. സലോമി പോവാന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്കറിയില്ല, സലോമി ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഇതിങ്ങനെയല്ലാതെ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ. സത്യം പറഞ്ഞാൽ യാത്ര പറയാൻ ഞാൻ വേറെ ആരുടെ അടുത്തും പോയിട്ടില്ല. മുമ്പ് ഓരോ തവണ കാണുമ്പോഴും എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പ്രകാശം പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അറിയോ? പ്രകാശനല്ല, ആകാശ്. PR ആകാശ്. സോറി. നോ പ്രോബ്ലം. Jetzt lernen wir perfekt. Was haben Sie gestern gemacht? Sagen Sie. Was haben Sie gestern gemacht? Sehr gut. Was haben Sie gestern gemacht? Ich habe ആ വാക്കെന്തായിരുന്നു പക്ഷേ? Deutsch. Deutsch gelernt. Gelernt. Danke. വി ഗെറ്റ്സ് ഡിയർ മിസ്റ്റർ ഗോപാൽ. അല്ലയോ ഗോപാൽജി, താങ്കൾക്ക് സുഗന്ധനല്ലേ? ജർമ്മന. വി ഗെറ്റ്സ് ഡിയർ. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ. ഇങ്ങോട്ടാ അസുഖം കൊണ്ട് കൊടുത്തോണ്ട്. ഒരു കല്യാണമുണ്ട്, ഭാര്യയുടെ ബന്ധുവിൻ്റെ. പിന്നെ നിന്റെ ജർമ്മൻ ഭാഷയൊക്കെ ഓക്കെ, പക്ഷേ വിസ കിട്ടാൻ വേറെ ഉണ്ടല്ലോ കടമ്പകൾ. നല്ലോണം കാശ് ചിലവാകും. വിസ സംഘടിപ്പിക്കാൻ പറ്റിയ ആളെ കണ്ടു കിട്ടണം. അതൊന്നും ഇല്ലാതെ തന്നെ ജർമ്മനിയിലേക്ക് പറക്കാനുള്ള വഴി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു ഗോപാൽജി. എങ്ങനെ? നേഴ്സ്, ഹസ്ബൻഡ് വിസ. ഇത്ര പെട്ടെന്ന് എങ്ങനെയാടാ അങ്ങനെ ഒരു നേഴ്സ്? പഠിക്കുമ്പോൾ ഉള്ള പരിചയം, പിന്നെ വിട്ടുകളഞ്ഞതായിരുന്നു. അവക്കിപ്പോൾ ജർമ്മനി ജോലി കിട്ടി. അപ്പോൾ വീണ്ടും വലിയിട്ട് പിടിച്ചു.
അപ്പം നീ അവളെ കിട്ടുമോ? കെട്ടും. പക്ഷെ ജർമ്മനി എത്തിക്കഴിഞ്ഞാൽ ആ കെട്ട് ഞാൻ അഴിക്കും. എങ്ങനെ? അല്ല, അവിടെ ജോലിയായി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇതിൽ നിന്ന് പോരും. പിന്നെ നാട്ടിൽ വന്നിട്ട് അന്തസ്സുള്ളൊരു കുടുംബത്തിൽ നിന്ന് മണി പോലൊരു പെണ്ണ് വേറെ കിട്ടാമല്ലോ. അച്യുതൻ മാഷിൻ്റെ മോൻ തന്നെയാണോ നീ? ഗോപാൽജി, ദൈവം മനുഷ്യന് ബുദ്ധി നൽകിയിരിക്കുന്നത് അത് സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗിക്കാം. അച്ഛനിടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. ഒരു ജോലിക്ക് വേണ്ടി ആരെ വേണമെങ്കിലും വഞ്ചിച്ചോ എന്നാണോ അതിൻ്റെ അർത്ഥം? ഇതിലെന്ത് വഞ്ചന? യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിസ്സാര സംഭവം അത്. രാവിലെ കല്യാണം, വൈകിട്ട് ഡൈവോഴ്സ്, ഇത്രേ ഉള്ളൂ. ഗോപിയേട്ടാ, 10:30 അവര് പുറപ്പെടും, പോകണ്ടേ? ഞാൻ റെഡി. ഇത് ഗോപാൽജിയുടെ വൈഫല്ലേ? അതെ, പ്രകാശനല്ലേ? ആയിരുന്നു. ഇപ്പൊ ആകാശ്, PR ആകാശ്. ആകാശം ഒതുങ്ങില്ല നീ, ബഹിരാകാശ്. അതാ കൂടുതൽ നല്ലത്. ബഹിരാകാശത്ത് തെങ്ങും തൈ നടക്കുന്നവനാ ഇവൻ. അച്ഛാ, ബഹിരാകാശം എന്ന് പറഞ്ഞ സ്പേസ് അല്ലേ? അവിടെ തെങ്ങും തൈയൊക്കെ നടാൻ പറ്റൂ? പറ്റും. നിന്റെ അച്ഛൻ അച്യുതൻ മാഷായിരുന്നെങ്കിൽ ഏത് തൈയും എവിടെ നടാൻ പറ്റും. ഈ മനസ്സെന്ന് പറയുന്നത് വല്ലാത്തൊരു സാധനം അല്ലേ സലൂമി? എന്തേ? ഇല്ല, ഈ ഫുട്പാത്തിലൂടെ ഞാൻ എത്ര വട്ടം നടന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു അനുഭൂതി ഇപ്പൊ സലൂമിയോടൊപ്പം നടത്തുന്നു. പോവേണ്ടല്ലോ. വേണ്ട. ഇവിടെ എവിടെയാ താമസം? അതൊരു ബംഗ്ലാവിൽ ഗോപാൽജി കേട്ടിട്ടില്ലേ? ഇല്ല. അയ്യോ, വലിയ മനുഷ്യനാണ്. എൻ്റെ അച്ഛൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. ഞാൻ ഈ സിറ്റിയിൽ വരുമ്പോഴൊക്കെ മൂപ്പറോട് താമസിക്കണമെന്ന് വലിയ നിർബന്ധം. എനിക്ക് ഈ കള്ളും കഞ്ചാവ് അങ്ങനെയുള്ള ചീത്ത സ്വഭാവമൊന്നുമില്ല. എന്നോട് ഭയങ്കര സ്നേഹമാണ്. പിന്നെ സ്നേഹത്തിന് മുമ്പിൽ വീണു പോകാത്ത ആരുണ്ട് കുട്ടി? വാസ്തവത്തിൽ പറഞ്ഞാൽ ഒരു അണക്കെട്ട് പൊട്ടി ഒഴുകുന്ന പോലെയുണ്ട്. അണക്കെട്ട് പൊട്ടിയോ? ഏത്? മുല്ലപ്പെരിയാറോ? അല്ല, അത് ഞാനൊരു ഉപമ പറഞ്ഞു. കുറേ കാലം മനസ്സിലടക്കി വെച്ച സലൂമിയോടുള്ള ഇഷ്ടം ഒരു അണക്കെട്ട് പൊട്ടി ഒഴുകും പോലെ പുറത്തേക്ക് ചാടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ, അങ്ങനെ. സലോമിക്ക് സാഹിത്യവാസന ഇത്തിരി കുറവാണല്ലേ? സാഹിത്യം വാസനിക്കോ? വാസന. ഈ പുതിയ പുസ്തകങ്ങളൊക്കെ തുറക്കുമ്പോൾ ആ കടലാസിൻ്റെ പ്രിന്റ് ചെയ്ത മഷിയുടെയൊക്കെ ഒരു മണം ഉണ്ടാവാറില്ലേ? അതാണ് സാഹിത്യവാസന. എന്താ? 100 rupees തരുമോ? ഒരു 100 രൂപ തരുമോ? ഇത് പറയാനാണോ ഈ ട്രാഫിക്കിന്റെ ഇടയിലൂടെ തന്നെ ഇങ്ങോട്ട് വിളിച്ചത്? അല്ലാതെ ഈ അവസ്ഥയിൽ ഇതിന്റെ ഇടയിലൂടെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ സാറേ. പ്ലീസ് ഒരു 100 രൂപ തരൂ. എന്തിനാ? മദ്യപിക്കാനാ. എന്തിനാണോ മദ്യപിക്കുന്നത്? മദ്യപിച്ചില്ലെങ്കിൽ ഇറക്കാൻ പറ്റില്ല സാറേ, ചമ്മല. വല്ലതും തന്നിട്ട് പോടാ പുല്ലേ. പോടാ വേണ്ടി. മൈൻഡ് യുവർ വേർഡ്സ്. തെണ്ടി നിന്റെ ആപ്പൻ. ആരാ അത്? അത് പഴയൊരു ഫ്രണ്ടാ. ആദ്യം മനസ്സിലായില്ല. അടുത്ത തീപ്പ് ചോദിക്കുക, ആരാടാ സുന്ദരി കുട്ടി? ഞാൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണാണ്. ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പറയത്തില്ല. ഈസ് വെരി നൈസ്. വിസ എന്നാ കൈ കിട്ടുക? അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. എംബസിലെത്തിയാൽ വിളിക്കും. ബാംഗ്ലൂരിൽ പോയി വേണം വാങ്ങാൻ. വിസയും ടിക്കറ്റ് ഒരുമിച്ചാ കിട്ടുക. അത് കിട്ടിയാലുടനെ സലൂമിൽ പോകുമല്ലേ? പിന്നെ അതിനല്ലേ കാത്തിരിക്കുന്നത്. എന്താ പെട്ടെന്ന് ഡള്ളായത്? അല്ല, സലോമി പോണം, പോയല്ലേ പറ്റൂ. പക്ഷെ ഒരു ദിവസം പോലും സലോമിയെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ. അതാലോചിക്കുമ്പോഴാണ്. അവിടെ എത്തി ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോബ് വിസ സംഘടിപ്പിക്കാൻ നോക്കാം. മെയിൽ നേഴ്സിനൊക്കെ അവിടെ നല്ല ഡിമാൻഡാണെന്നാണ് പറയുന്നത്. പിന്നെ ജർമ്മൻ പഠിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ശരിയായി വരാൻ ഒരുപാട് സമയമെടുക്കില്ലേ സലോമി? അതുവരെ സലോമിയെ കാണാതെ പിന്നെന്ത് ചെയ്യും? നേഴ്സുമാർക്ക് ഫാമിലി വിസയിൽ ഹസ്ബൻഡിനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അതൊന്ന് ട്രൈ ചെയ്തൂടെ? അതിന് കല്യാണം കഴിക്കണ്ടേ? അത് കഴിക്കണം. അതിപ്പോൾ നാട് മുഴുവൻ അറിയിച്ച് നടത്തേണ്ട കാര്യമൊന്നുമില്ല. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി. സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചാൽ നീ അവിടെ എത്തിയ ഉടനെ ഫാമിലി വിസ കിട്ടും. ഞാൻ അന്വേഷിച്ചു. എന്നായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടി വരില്ലേ? പിന്നെന്താ? എന്നാലും പോകാനെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് ഈ രജിസ്റ്റർ മാരേജ് എന്നൊക്കെ പറയുമ്പോൾ സലോമിക്ക് പ്രയാസമാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. അയ്യോ, അങ്ങനെയല്ല. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കാര്യം ആലോചിക്കുമ്പോഴാണ്. അവരൊക്കെ വലിയ സഭാവിശ്വാസികളാണ്. ഫുൾ ടൈം പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുന്നവർ.
ഈ ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളെ ഞാൻ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറഞ്ഞേക്കണം. വീട്ടുകാരെ പറ്റി ചോദിച്ചാലോ? ഒരു പള്ളിയിൽ അനാഥ മന്ദിരത്തിൽ വളർന്നാന്ന് പറഞ്ഞാൽ മതി. എന്തൊരു കള്ളനാ.